പ്രേക്ഷകരും ഞാനും ഒക്കെ നമ്മുടെ ടോപ്പ് സിംഗറിലെ പുതിയ റൗണ്ട്സ് ഒക്കെ ഇങ്ങനെ നല്ലോണം എൻജോയ് ചെയ്ത് വരികയാണ്. ഇന്നും അങ്ങനെ ഒരു അടിപൊളി മത്സരം നമ്മൾ കാണാൻ പോവാണ്. തുടങ്ങുന്നതിന് മുന്നേ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യണം. ലെറ്റ്സ് വെൽക്കം അരവിന്ദ് ചേട്ടൻ, ആര്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. വെൽക്കം. ആര്യ ചേച്ചി, യെസ് മീനുട്ടാ, ഒരു മഴ നനയാൻ റെഡിയാണോ? ഞാൻ എപ്പോഴേ റെഡിയാന്നറിയോ. എനിക്ക് പെർഫോമൻസ് റൗണ്ട് കഴിഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയ വേറൊരു റൗണ്ടാണ് മഴ റൗണ്ട്. കേൾക്കുമ്പോ തന്നെ ഒരു പ്രത്യേക രസം. ആര്യ ശരിക്കും മഴ നനയാറുണ്ടോ? ഉണ്ട്. എനിക്ക് മഴ നനയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരെ തിരിച്ചാണ്. കൊച്ചിലെ മഴ നനയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എപ്പോ മഴ നനഞ്ഞാലും എനിക്ക് കോൾഡ് അല്ലെങ്കിൽ പനി വരും. അതുകൊണ്ട് മഴ പെയ്യുമ്പോ അകത്തിരുന്ന് ആസ്വദിക്കാൻ വളരെ ഇഷ്ടമാണ്. നനയാൻ വലിയ താല്പര്യമില്ലാത്ത എനിക്കിങ്ങനെ മഴയൊക്കെ നനഞ്ഞിങ്ങനെ ചാലൊക്കെ വരില്ലേ, അതിലൊക്കെ ചാടി പോയി കിടക്കും. കടലാസ് ബോട്ട് ഉണ്ടാക്കി വിടുക. പിന്നെ മഴ പെയ്യുമ്പോ കുളത്തില് കുളിക്കാൻ ഇറങ്ങുക. ഇതാണ് ഞാൻ പറയാൻ പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഈ മഴത്തുള്ളി ഇങ്ങനെ കുളത്തിലെ വെള്ളത്തിൽ ഇങ്ങനെ വീഴുമ്പോഴേ നല്ല ശബ്ദം കേൾക്കാം. അതേ വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ട് ആ ശബ്ദം കേൾക്കാൻ പ്രത്യേക ഒരു രസമാണ്. ഇടിമിന്നൽ വരുമ്പോ മാത്രം പതുക്കെ മുണ്ട കൊടുത്ത് പതുക്കെ ചേട്ടന് മാത്രമാണ് ആകെ വീട്ടിലിരുന്ന് ആസ്വദിക്കാൻ ഇഷ്ടം. എനിക്ക് വളരെ ഇഷ്ടമാണ് മഴ പെയ്യുന്നത് കാണാനും കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഈ മഴ പെയ്ത് പെട്രിക്കോർ എന്ന് പറയില്ലേ, വീണിട്ട് മണ്ണിന്റെ മണം വരെ അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് ചില സമയത്ത് നമ്മൾ ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരിക്കുമ്പോ പുറത്ത് മഴ പെയ്യുമ്പോൾ മണം വരാറുണ്ട്. ആ മണം ഇപ്പൊ വരാൻ പോവാണ്. നമ്മള് മഴ പെയ്ക്കാൻ പോവാണ്. ഇപ്പൊ മഴക്കാലമാണ്, അകത്തും പുറത്തും ഒക്കെ മഴയായിരിക്കും. നമുക്ക് വിളിക്കാം മഴപ്പാട്ട് പാടാനായിട്ട്. എസ്തർ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് പ്രവീൺ ഓൺ സ്റ്റേജ്. ഇസ്തിരിക്കുട്ടി ഇത് വേറെ ഗെറ്റപ്പ് ആണല്ലോ. ഇത് കൊള്ളാലോ, റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇത് ശരിക്കും പറയും നമ്മൾ വിഭ്രാന്തി ഗേൾസിലെ ഒരു അംഗമാണ്. ആഹാ, കലക്കിട്ടുണ്ട്. ഉഗ്രൻ ഡ്രസ്, അടിപൊളി സൂപ്പർ. അതെ, അരവിന്ദേട്ടനെ പരിചയപ്പെട്ടോ? എന്റെ അമ്മാമ്മക്കില്ലേ അരവിന്ദേട്ടന്റെ അച്ഛന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഏത് പാട്ടാ ഇഷ്ടം എന്ന് വെച്ചാ അയ്യോ ഞാൻ മറന്നു. ഉണരുമീ ഗാനമാണോ? എസ്തർ തൃശ്ശൂർന്നല്ലേ? തൃശ്ശൂർക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് അച്ഛൻ പാടിയിട്ടുണ്ട്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുൻപിൽ, പാടുവതും രാഗം നീ തേടുവതും രാഗമ ദേവനുമനുരാഗിയാമമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ, പാടുവതും രാഗം തേടുവതും രാഗമ ദേവനുമനുരാഗിയാമമ്പലപ്രാവേ. ഏത് മഴപ്പാട്ടാ പാടുന്നത്? മഴമീട്ടും ശ്രുതി കേട്ടു. കൊടയൊക്കെ ഉണ്ടോ കയ്യില്? കൊടയുണ്ട്. ഉണ്ടോ? ഓക്കെ. ഡാൻസ് ഉണ്ടല്ലോ? ഡാൻസ് കുറച്ചൊക്കെ ഉണ്ട്. എന്താ ഡാൻസ് ചെയ്യാത്ത? ഡാൻസ് മാസ്റ്റർ വിക്രമിന്റെ സിനിമയല്ലേ? മൈ നെയിം ഈസ് മൈക്കിൾ ഏലിയാസ് ജാക്സൺ ഏലിയാസ് വിക്രം ഏലിയാസ്. അതെ, നമുക്ക് ഈ സമയത്ത് നമുക്ക് നമ്മുടെ സലിം ചേട്ടനെ ഓർക്കാം തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കതൊന്ന് കേട്ടാലോ? അല്ലേ? ഓൾ ദി ബെസ്റ്റ്. Re
നിൻ പാട്ടിലോളം തുള്ളുമ്പോൾ ഞാൻ കൊളുത്തും നാളങ്ങൾ നിൻ രാഗദീപം ചാർത്തുമ്പോൾ വെണ്ണിലാവിൻ തുള്ളിയായി നിന്നോട് ചേരാൻ വൈകിനാൻ നിറമെഴും ഓർമ്മകളായിരം നിറമാല പോലെയായി പട്ടുകൊണ്ട് മൂടാം ഞാൻ പൊട്ടണിഞ്ഞ പൂമൈനെ പൊന്നൊഴിഞ്ഞു നീട്ടാം ഞാൻ പൂനിലാവ് പോലെ മഴമീട്ടും ശ്രുതി കേട്ടും മൊഴികൾ കാതോർത്തും ഒരു തൂവൽ ചിറകിന്നെ പനിനീർ കാറ്റേറ്റും ശിങ്കാരേ ശിക്കാരി ശിങ്കാരേ ശിങ്കാരേ ശിക്കാരി ശിങ്കാരേ ജുമ്മാ ജുമ്മാരേ ജുമ്മാ ജുമ്മാരേ ജും ജും ജുമ്മാരേ ശിങ്കാരി ജുമ്മാ ജുമ്മാരേ ദൂരെങ്ങോ മായുന്നു കണ്ണീർ കിനാവിൻ ബന്ധങ്ങൾ ശിങ്കാരേ ശിക്കാരി ശിങ്കാരേ മാറിവില്ലായി മാറുന്നു മഞ്ഞോലുമീറൻ മേഘങ്ങൾ ശിങ്കാരേ എന്റെ മാത്രം സ്വന്തമായി ഏകാന്തമാമി സാന്ത്വനം മനസ്സിലെ മന്മര മന്ത്രമായി മണിനാദമായി വരൂ മുത്തെടുത്തു ചാർത്താം ഞാൻ മുല്ലപ്പൂത്ത പൂമൊട്ട് മാറുരുമ്മി നിർത്താം ഞാൻ മാറ്ററിഞ്ഞ പൊന്നേ മഴമീട്ടും ശ്രുതി കേട്ടും മൊഴികൾ കാതോർത്തും ഒരു തൂവൽ ചിറകിന്നെ പനിനീർ കാറ്റേറ്റും അകലത്തെ ആകാശം തിരയുകയാണോ നീ എരിവേനൽ തീരത്തേരാപ്പാടി എരിവേനൽ തീരത്തേരാപ്പാടി ആദ്യത്തെ ഹാർമണീസ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഓരോ ആളായിട്ട് ഇങ്ങനെ എൻട്രി അതെ, കേൾക്കാൻ കൂടി വേണ്ടി. കൂടി വന്നത്, സോ അല്ലേ? ഗുഡ്. അതെ അതെ, ഭയങ്കര രസമായിരുന്നു. യെസ്, വെരി നൈസ്. എസ്തർ കുട്ടാ, എന്തോ നന്നായിരുന്നു കേട്ടോ താങ്ക് യു പാടിയത്. സാർ ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് പാടി. എന്തെങ്കിലും വയ്യായിക ഉണ്ടോ ശബ്ദത്തിന്? ഓക്കെ ആണല്ലോ, പെർഫെക്റ്റ് ആണല്ലോ. ആ. അപ്പൊ ഞാൻ പറയാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ശിങ്ക അങ്ങനെ അത് മറന്നുപോയി വിട്ടുപോയി, അവിടെ. അത് വിട്ടുപോയി. ചരണത്തിന് ഒരു മുന്നേ. ശിക്ക അങ്ങ് വിട്ടുപോയി. അതെ, മഴ പെയ്യിപ്പിച്ചോ? പക്ഷേ മഴ അത്യാവശ്യം പെയ്തു. ചാറ്റൽ മഴ, ഒരു ചാറ്റൽ മഴ. ഒരു മീഡിയം മഴ, പെരുമഴ? ഒരു മീഡിയം മഴ. മീഡിയം മഴ. ഓക്കെ. അത് മീഡിയം മഴ ആവാനുള്ള കാരണം വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ശ്രുതി പ്രശ്നം, ക്ലാരിറ്റി പ്രശ്നം ആണ് തോന്നിയത്. ആ നോട്ടിലേക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. കുഞ്ഞു കൂടു കൂട്ടാം ഞാൻ, അതല്ലേ നോട്ട്? അത് കറക്റ്റായിട്ട് അതിൽ വരണം, കറക്റ്റായിട്ട് ലയിക്കണം, എന്നാലേ അത് കുറച്ച് ശ്രുതി തെറ്റാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു ഭാഗമാണ് അവിടെ. അത് നോട്ട് കൺഫ്യൂഷൻ ആവുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് അവിടെ നമ്മൾ പാടുമ്പോൾ. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആക്കണം. പിന്നെ ഞാനുറക്കും സ്വപ്നങ്ങൾ തുടങ്ങിയത് കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. ബീജി കഴിഞ്ഞിട്ട് തുടങ്ങിയ ഭാഗം. രണ്ടാമത്തേന് അത് ഏകദേശം ഓക്കെ ആയി. പിന്നെ ഒരു ഷിക്ക വിട്ടുപോയി. അത് ശിങ്കയിൽ പിടിച്ചു അവിടെ. ഷിക്ക വിട്ടാലും സാരില്ല, ശിങ്കയിൽ പിടിച്ചു. അതേ ഉള്ളൂ. ചരണം എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. അനുബലിയേക്കാളും ചരണം നന്നായിരുന്നു, വളരെ നന്നായിട്ട് പാടി. അതിൽ മന്ത്രമായി മാത്രം ആണ് അത് സെയിം 1000 എന്നുള്ള പോലെ തന്നെ ആ ഭാഗത്തന്നെയല്ലേ മന്ത്രങ്ങൾ വരുന്നത്. അതും അതിൻ്റെ സംഗതി ക്ലാരിറ്റി കേട്ടോ, സെയിം തന്നെ, സെയിം സംഗതി അല്ലേ? അതെ, ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്ന് കുറച്ച് വീക്കാണ്, ഒരു ഓഫ് ഡേ അല്ലേ? അത് ഓഫ് ഡേ ആണ്. കുഴപ്പമില്ല, വിഷമിക്കണ്ട. നല്ല എത്രയോ നല്ല പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ച ആളാണ് നമ്മുടെ എസ്തർ കുട്ടി. ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു നമ്മള്. ഓക്കെ, അപ്പൊ ഒട്ടും വിഷമിക്കണ്ട. ഇത് നമ്മുടെ മ്യൂസിക് ചെയ്തത് നമ്മുടെ അലക്സ് ഏട്ടനാണ്, അലക്സ് പോൾ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ, അതായത് സിദ്ദിഖ് ലാലിലെ ലാലേട്ടന്റെ ബ്രദറാണ്. ഞാൻ കുറച്ച് നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. തക്കിട്ട തകധിമി തക്കിട്ട തൊമ്മനും മക്കളില് തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമിത്തോ ദ്രുതതാളം, അങ്ങനെ പാട്ട് ഞാൻ അഫ്സലും കൂടി ചേർന്ന് പാടിയതാണ്. പിന്നെ അതുകൂടാണ്ട്
വാവേ മകനേ ആ പോത്തൻ വാവേല് ഉഷ ഉതുപ്പ് അതിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. ഞാനും മഞ്ചേരിയും കൂടി ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതില് പോത്തൻ വാവേല്. ഉഷാദീദിയെ എന്നെ കൊണ്ട് പാടിക്കാൻ ഏൽപ്പിച്ചിരുന്നു അലക്സ് ഏട്ടൻ, കാരണം ഡിക്ഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതെ, അപ്പം അങ്ങനെ കുറച്ച് നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് പാടിയിട്ടുണ്ട്. കുറെ ക്രിസ്ത്യൻ ഡിവോഷണലിൽ ഞാൻ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പണ്ടൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ മഞ്ഞുമൽ ഭാഗത്ത്. അന്ന് AC ഒക്കെ ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ ആ സ്റ്റുഡിയോയിൽ. അപ്പോൾ ഞാൻ റെക്കോർഡിങ്ങിന് വന്നപ്പോഴത്തേക്കും ക്യാബിന്റെ അകത്ത് ഭയങ്കര ചൂടായിരുന്നു. ഞാൻ ഇത് ഷർട്ടൊക്കെ അങ്ങ് അഴിച്ചിട്ട് മുണ്ട് മാത്രം എടുത്തിട്ട് മടക്കി കുത്തി മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. അങ്ങനെ അവിടെ പാടിയിട്ടുണ്ട്. അങ്ങനെ ഷർട്ട് ഇടാണ്ട് മുണ്ട് മടക്കി കുത്തി പാടിയേക്കണ 2 സ്റ്റുഡിയോ, ഒന്ന് അലക്സ് ചേട്ടന്റെ സ്റ്റുഡിയോ, പിന്നെ ഒന്ന് അമല സ്റ്റുഡിയോ ഉണ്ട് കാഞ്ഞിരപ്പള്ളിയില്. കാഞ്ഞിരപ്പള്ളിയില് ജോയി ചേട്ടന്റെ സ്റ്റുഡിയോയില്. അവിടെയും ഞാൻ ചിലപ്പോ പണ്ട് ആദ്യകാലങ്ങളിൽ അവിടെ പോയി താമസിച്ച് പാടുമായിരുന്നു റെക്കോർഡിങ്ങിന്. ക്രിസ്ത്യൻ ഡിവോഷനിൽ ചിലപ്പോൾ ഒരു 4-5 പാട്ടൊക്കെ പാടാനുണ്ടാവും. അപ്പൊ ബൾക്കായിട്ടാണ് നമ്മുടെ ജോയി ചേട്ടൻ വിളിക്കുക അമല സ്റ്റുഡിയോയില്. അപ്പൊ അവിടെ താമസിച്ച് അവിടുത്തെ അമല നാടക ട്രൂപ്പ് ഉണ്ട്, അവിടെയാണ് ഞാൻ കിടക്കണത്. അവര് കിടക്കുന്ന താമസിക്കുന്ന സ്ഥലത്താണ്. അപ്പൊ അവരുടെ നാടകത്തിന്റെ ഡ്രസ്സുകളും അതൊക്കെ എടുത്ത് നോക്കാറുണ്ട്, ഇട്ട് നോക്കാൻ. അപ്പൊ അതിന്റെ കൂടെ തന്നെ കിടന്ന് ഉറങ്ങണേ. രാവിലെ ആകുമ്പോ ജോയി ചേട്ടൻ വന്ന് വിളിക്കും, മധു നമുക്ക് തുടങ്ങാം എന്ന് പറയും. വേഗം തന്നെ പോയി ചാടി എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വന്ന് ലുങ്കി, അന്ന് ലുങ്കി എടുക്കണേ, അന്ന് ലുങ്കി എടുത്തിരുന്നത്. ആ ലുങ്കി അങ്ങ് മടക്കി കുത്തിയിട്ട് ഷർട്ടൊന്നും ഇടൂല. രാവിലെ തന്നെ റെക്കോർഡിങ് തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഓർമ്മകൾ, അലക്സ് ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ആണ് അങ്ങനെയൊക്കെ ഓർമ്മകൾ വന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാൻ നോക്കണം കേട്ടോ. കാരണം നമ്മള് എവിടേക്കാ ഫിനാലയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ മോശമാവരുത്, ഇവിടെ ഗ്രാഫ് കേറി വരണം. ഓക്കെ, അരവിന്ദേട്ടൻ ഇഷ്ടപ്പെട്ടോ? ഈ പാട്ടിന്റെ പിക്ചറൈസേഷനിൽ നവ്യ ചേച്ചി ഇടുന്ന അതേ സെയിം ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് അല്ലേ? എനിക്ക് തോന്നി, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് മധുചേട്ടൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊന്ന് മാറ്റിയാൽ പെർഫെക്റ്റ് ആകും, ഒരു കുഴപ്പമില്ല. ഇവർ പറഞ്ഞ പോലെ ഇനി ഫൈനൽസിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ പാടാൻ തുടങ്ങിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇവർ 2 പേരിൽ ആരാണ് കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാറില്ലേ? അങ്ങനെയൊന്നുമില്ല. കണ്ടോ, നമ്മളെ പേടിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ജഡ്ജ് ആരാണ്? ഇങ്ങനെ കൈയൊക്കെ അങ്ങനെയൊന്നുമില്ല, എല്ലാരും ഇഷ്ടമാണ്. എന്നാലും ഒരു ഇച്ചിരി കൂടുതൽ ഒരു കുഴപ്പമില്ല, ധൈര്യമായി പറഞ്ഞു. നേരെ ക്യാമറയിലേക്ക് നോക്കി പറഞ്ഞു. ആർക്കും വിഷമാവില്ലെങ്കിൽ ഇവർക്ക് ഒരു ഒരു പ്രശ്നമില്ല. എല്ലാരും ഇഷ്ടാണ്, പക്ഷെ കുറച്ച് കൂടുതൽ മതങ്ങള്. താങ്ക് യു ഞാൻ പറഞ്ഞു കൊടുക്കില്ല, ഞാൻ പറഞ്ഞു കൊടുക്കില്ല. എസ്തറൂട്ടി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പോ എസ്തറൂട്ടി കുറച്ച് നാളായല്ലോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവരെന്തൊക്കെ പറഞ്ഞു, അത് കാരണം വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? പാട്ട് ഇപ്പൊ കുറച്ചും കൂടി പഠിക്കാൻ പഠിച്ചു ഞാൻ. ഒരു പാട്ടിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം പഠിക്കാനായിട്ട് അത് പഠിച്ചു അല്ലേ? പിന്നെ നന്നായിട്ട് പാടാനൊക്കെ തുടങ്ങി ഇവിടെ വന്നതിനൊക്കെ ശേഷം. പിന്നെ അങ്ങനെ ഇവരെന്തെങ്കിലും പറഞ്ഞ ഒരു കാര്യം എല്ലാ പ്രാവശ്യവും ഫോളോ ചെയ്യുന്ന അങ്ങനെ വല്ലതും ഉണ്ടോ? ശ്വാസത്തിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ്. നല്ല രസമുണ്ടായിരുന്നു കാണാനും കേൾക്കാനും. പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് കോറസ് എല്ലാം ഉണ്ടായിരുന്നു. ബാൻഡ് വാസ് അമേസിംഗ്. എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കരമായിട്ട് thoroughly എൻജോയ് ചെയ്തൊരു പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമായിട്ട് പാടി. ഇത് മെയിനായിട്ട് തോന്നിയത് ഇറില്ലേ അക്ഷരം, ആ ഇറക്ഷരം പല സ്ഥലത്തും വരുന്നില്ല. കാതോർക്കും പനിനീർക്കാറ്റേറ്റും ആ കേൾക്കാനില്ല പല സ്ഥലത്തും കേട്ടോ. അതാണ് മെയിനായിട്ട് ഇന്ന് തോന്നിയത്. പിന്നെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയ പോലെ തോന്നി. ആ കുഞ്ഞു കൂടു ആ ഭാഗം പാടിയില്ലേ, ആ ഭാഗം പാടിയപ്പോൾ പെട്ടെന്ന് എസ്തർ എന്നെ പ്രതീക്ഷിച്ചില്ല അടുത്തത് ആ വരികയാണെന്ന് അങ്ങനെ തോന്നി. എസ്തറിന്റെ എപ്പോഴുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലേ, ആ ഒരു കോൺഫിഡൻസ് ആ ഒരു സെക്ഷനിൽ പലപ്പോഴായിട്ട് കിട്ടിയില്ല. അത് പല്ലവിയിലും അതെ, അനുപല്ലവിയിലും അതെ, ചരണത്തിലും അതെ. ബാക്കിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്ക് അറിയാം എസ്തർ കുട്ടിയുടെ? ഓക്കെ, അപ്പൊ ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 96.75 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ ബൈ. ഇപ്രാവശ്യം ഷിക്ക പോയി, അടുത്ത ഷിങ്കയിലും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ. അരവിന്ദേട്ടാ, ചെന്നൈ നല്ല പരിചയമുള്ള ആളല്ലേ?
ഞാൻ അവിടെയാണ് schooling എല്ലാം ചെയ്തത്, അവിടെയാണ്, ചെന്നൈയിലാണ്. അപ്പോ അരവിന്ദേട്ടന് പറ്റിയ ഒരാളാണ് വരാൻ പോകുന്നത്. ഓ ഓക്കെ, ചെന്നൈ തമിഴ് നല്ലോണം അറിയാലോ. ഒരളവൊക്കെ നല്ല പേസുവേ. ആ, okay, okay, അത് മതി. നമ്മുടെ അമ്പത്തൂർന്ന് ഒരാളാണ് വരാൻ പോകുന്നത്. ഞങ്ങൾ ഇവിടെ അമ്പത്തൂർ സിംഗ് എന്നാ പറയാ. നമ്മുടെ അമ്പത്തൂർ സിംഗും ആണ് മെലഡി റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റൈക്ക കുട്ടി ഓൺ സ്റ്റേജ്. மொத்தமா ஃப்ளவரா இருக்கே. ஆமா, இது ஃப்ளவர்ஸ் சேனல்ல இருக்கிறதுனாலயா? ஹாய் ரைக்கா குட்டி. ஹலோ, எப்படி இருக்க? சூப்பரா இருக்கேன். நீங்க எப்படி இருக்க? நானும் நல்லா தான் இருக்கேன். நான் உங்களோட பெரிய ஃபேன் ஆக்கும். அப்படியா? താങ്ക് യു. അമ്പത്തൂർ സിംഗ് ഉള്ള ഫാൻ. രണ്ട് സൈഡൊന്നും തമിഴ് കേട്ടിട്ട് എന്റെ തമിഴ് ഇതാണ് നമ്മുടെ ഐശ്വര്യ റായ് കേട്ടോ. അതുപോലെ സ്റ്റൈലിഷ് ആയിരിക്കും. ലുക്കിംഗ് വെരി പ്രിറ്റി മോളെ. എന്താ പാട്ട് പാട പോരാൾ? അമ്പിളിപ്പൂവട്ടം അമ്പിളിപ്പൂവട്ടം എന്ന് സ്വന്തം ജാനകിക്കുട്ടി അല്ലേ? പിന്നെ മധു അങ്കിൾ, நீங்க எனக்கு ஒரு பாட்டு பாடி தரணும். 2 லைன். எந்த பாட்டு? ராவேரையாய். ஓ, அது நிறைய பாட்டு பாடி இருக்கேன் நான். நீங்க சாருமில்லை. சாருமில்லையா? பாடுறதுக்கு அப்புறம் நான் பாடுறேன். ஓகே, இதோட டீடைல்ஸ் கொஞ்சம் சொல்லுங்க. മൂവി എന്ന് സ്വന്തം ജാനകി കുട്ടി, ഇയർ 1998. കമ്പോസറും ലിറിക്സും കൈതപ്പുറം സാർ, പാടിയത് സംഗീതാമ്മ. സംഗീത ചേച്ചി നമ്മളോടൊപ്പം ഇപ്പൊ ഇല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളെ വിട്ടു പോയത്. 2 years ആച്ചു നിனைக்கிறேன். അതെ, സംഗീത ചേച്ചി പാടിയ വേറെ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? പോപ്പുലറായ കുറെ പാട്ടുകളുണ്ട്. മേലെ മേലെ അതാണ്. പിന്നെ നമ്മുടെ ആലാരെ ഗോവിന്ദൻ ആ പോർഷൻ ചേച്ചിയാണ്. പിന്നെ ARR റഹ്മാന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു മിസ്റ്റർ റോമിയാണോ കാതലിനാണോ അതൊക്കെ സംഗീത ചേച്ചിയാണ് പാടിയിട്ടുള്ളത്. അപ്പുറം ജയലളിതാമ്മ வந்து ഒരു பெரிய மாலை கொடுத்திருக்காங்க. ஆமா, எஸ். அவர் முன்னாடி ஞானப்பழத்தை அந்த சாங் பாடுனதுக்கு ஞானப்பழத்தை அந்த பாട്ടില്ലേ? റിമെമ്പറിംഗ് സംഗീത ചേച്ചി. യെസ്, തീർച്ചയായിട്ടും അതെ. അപ്പൊ റൈക്കക്കുട്ട എന്നും നമ്മളെ പാടി ഞെട്ടിക്കുന്ന ആളാണ്. അരവിന്ദേട്ടനെ ഞെട്ടിക്കണം നമുക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാമരം കൊണ്ട് കിളിവാതിൽ
മഴത്തിളിയിലെ കുളിരാം കുളിര് പെണ്ണിനണിയാനാവണി നിലാക്കോടി. പുതുമഴത്തിളിയിലെ കുളിരാം കുളിര് പെണ്ണിനണിയാനാവണി നിലാക്കോടി. കൊലുസിട്ട കണങ്കാൽ കിലുകിലുങ്ങുമ്പോൾ കരിക്കാടി പാടത്തെ ഞാറ്റുവേല. അരികത്ത് വന്നൊന്ന് കൊഞ്ചിയാലോ അവളുടെ കിളിമൊഴി തിരുവാതിര. അമ്പിളിപ്പൂവട്ടം പൊന്നുരുളി നാൽപ്പാമരം കൊണ്ട് കിളിവാതിൽ. അമ്പിളിപ്പൂവട്ടം പൊന്നുരുളി നാൽപ്പാമരം കൊണ്ട് കിളിവാതിൽ. വീട്ടിനകത്തെ പൂമുറ്റത്തുണ്ടേ താനേ വളർന്നൊരു മന്ദാരം. മന്ദാരക്കൊമ്പത്ത് പാറിക്കളിക്കണ പൂത്തുമ്പി പെണ്ണിനെ അറിയാമോ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമോ. ആഹാ 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 ബ്യൂട്ടിഫുൾ. സൂപ്പർ സൂപ്പർ. റൈക്കുട്ടി, വെരി നൈസ് വെരി നൈസ്. താങ്ക് യു. റൈക്ക ബേബി ബ്യൂട്ടിഫുള്ളി സങ് കേട്ടോ. താങ്ക് യു. മിടുക്കിയായിട്ട് പാടി. താങ്ക് യു. എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. റൈക്ക ബേബിക്ക് പറ്റിയ ഒരു പാട്ടാണ് റൈക്ക ബേബി സെലക്ട് ചെയ്തത്. താങ്ക് യു. മിടുക്കിയായിട്ട് പാടി കേട്ടോ. എനിക്ക് ഒരുപാട് ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഹൈ പോകുന്ന ഭാഗങ്ങൾ, മേളിലോട്ടേക്ക് പാടിയ ഭാഗങ്ങളില്ലേ, ഇപ്പോൾ കൊലുസിട്ട കണങ്കാൽ കിലുകിലുങ്ങുമ്പോൾ അവിടെയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. Thank ഹൈ you. പാടുമ്പോൾ ആ ശബ്ദത്തിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ വരുന്നു, നല്ല ഭംഗിയുള്ളൊരു ഫ്ലേവർ താങ്ക് യു. കേട്ടോ. അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഓവറോൾ തോന്നിയത് ഒരു ഗ്രിപ്പ് കുറവായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ ആ അക്ഷരങ്ങളുടെ മേളിലൊരു ഗ്രിപ്പ് കുറവായിരുന്നു. ഇപ്പം തിരി തെറുത്തു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൾ ഭഗവതി കെട്ടിൽ വിളക്കു വെച്ചു എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് അക്ഷരങ്ങൾ ഇങ്ങനെ ലൂസായി പോകുന്ന പോലെ ഫീൽ ചെയ്തു. ഓക്കെ. പിന്നെ ആ നാൽപ്പാമരം എങ്ങനെ പാടുന്നേ? നാൽപ്പാമരം കൊണ്ട് കിളിവാതിൽ. സെക്കൻഡ് വൺ. നാൽപ്പാമരം കൊണ്ട് നാൽപ്പാമരം. നാൽപ്പാമരം കൊണ്ട് കിളിവാതിൽ. യെസ്. അപ്പൊ നാൽപ്പാമരം. പിന്നെ മന്ദാരം എങ്ങനെയായിരുന്നു? താനെ വളർന്നൊരു മന്ദാരം. താനേ വളർന്നൊരു മന്ദാരം. ആ അവിടെയൊക്കെ എന്ന് പറഞ്ഞാല് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയാ, ആ പോയിന്റിലേക്ക് കറക്റ്റ് എത്താത്ത പോലെയുണ്ട് ഓക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ കുഞ്ഞു ഇഷ്യൂസ് ആണ്. ഉം. മൊത്തത്തിൽ ഓവറോൾ നല്ല രസം ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാനും. റൈക്കുട്ടി അവിടെ നിന്ന് പാടുന്നത് കാണാനും ഒക്കെ ഭയങ്കര രസമായിരുന്നു താങ്ക് യു. കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. நல்ல பாடினாள். താങ്ക് യു. நல்ல இம்ப்ரூவ்மெண்ட் இருக்கு. താങ്ക് യു. இப்போ வந்து வர வர கொஞ்சம் நல்ல இம்ப்ரூவ்மெண்ட் இது தெரியறது உங்க பாட்டுல. வாய்ஸ் கூட ரொம்ப பிரமாதம். அது ஒரு சொன்னார். இந்த பாட்டு இந்த வாய்ஸ்ல கேட்கறதுக்கும் ரொம்ப அழகா இருக்கு. താങ്ക് യു. நிறைய இடங்கள்ல சூப்பரா பாடுனீங்க. சில இடத்துல கொஞ்சம் ஸ்ருதி பிரச்சனை, கிளாரிட்டி அதெல்லாம் கொஞ்சம் பிரச்சனையா இருந்தது. இந்த பூத்தும்பி பெண்ணினி அறியாமோ அந்த லேண்டிங். அப்புறம் அந்த ഭഗവതി കറക്റ്റ്. അതോടെ ബേസ് റേഞ്ചും കൊഞ്ചം ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നിച്ചു. അപ്പുറം ഒരുപാട് ഒരു സ്വപ്നം കണ്ടവൾ 1000 പൂക്കളിൽ അത് അങ്ങേയും കൊഞ്ചം ശ്രുതി പ്രശ്നം ഇരുന്ന മാതിരി എനിക്ക് തെരഞ്ഞെടുത്ത്. അപ്പുറം കരിക്കാടി പാടത്തെ. எஸ் கரிக்காடி. ஓகே, அவ்வளவுதான். பாக்கி எல்லாமே எனக்கு ரொம்ப பிடிச்சிருக்கு. இந்த படத்தோட மியூசிக் வந்து எழுதினதும் வந்து கைதப்புறம் திருமினி அவர்கள். பேக்ரவுண்ட் ஸ்கோர் பண்ணது பெரிய, நானெல்லாம் ரொம்ப ஃபேன் அவரோட. சலில்தாவோட டாட்டர் அண்ட் சன், அவங்க தான் அதோட பேக்ரவுண்ட் ஸ்கோர் பண்ணியிருக்காங்க. அந்திரா சௌத்ரி அண்ட் சஞ்சய் சௌத்ரி அவங்க தான் பண்ணியிருக்காங்க. அவங்க ஒரு மலையாளம் படத்துக்கும் மியூசிக் பண்ணியிருக்காங்க. இங்கே ஒரு நிலா பக்ஷி அந்த படத்துக்கும் அவர் தான் மியூசிக் பண்ணியிருக்காங்க. സലിൽദാവുടെ ഒരു ശിഷ്യനോട് പാട്ട് ഞാൻ പാടിയിരിക്കാൻ. എങ്ങു നിന്നോ വന്ന അത് സലിൽദാവുടെ ശിഷ്യൻ
தேபஜோதி மிஸ்ரா. அப்புறம் இது வந்து ஜோமோளுக்கு வந்து ஸ்டேட் அவார்டு கிடைச்சது, நேஷனல் அவார்டு ஸ்பெஷல் ஜூரி மென்ஷன் இருந்தது ஜோமோளுக்கு. ஓகே, அப்போ நல்லா பாடினீங்க. மொத்தமா ரொம்ப நல்லா இருந்தது. ரொம்ப இம்ப்ரூவ்மெண்ட் இருக்கு, அது தான் எடுத்து சொல்லணும். நல்லா இருக்கு. நம்ம அண்ணனுக்கு என்ன சொல்றதுக்கு இருக்குன்னு பார்க்கலாம். அரவிந்த் அண்ணா. ரேகா குட்டி பார்க்க ரொம்ப அழகா இருக்க, ரொம்ப அழகா பாடுங்க. ரொம்ப நல்லா இருந்தது. ஹரியாமோ அந்த லேண்டிங் நோட், ஹரியாமோ அங்க விட்டுறாத. அந்த சின்ன ஒரு லேண்டிங் நோட் இருக்கு, அது ஃபர்ஸ்ட் டைம் நான் மார்க் பண்ணிருக்கேன். அதுக்கப்புறம் எனக்கு ரொம்ப பிடிச்ச ஒரு இடம் அவளுடைய கிளிமொழி திருவாதிரா. அது இன்னொரு வாட்டி பாடுறியா? அவளுடைய கிளிமொழி திருவாதிரா. எஸ், அந்த போர்ஷன் ரொம்ப நல்லா இருந்தது. தேங்க்யூ. ஓகே, ஆல் தி வெரி பெஸ்ட். எனக்கு ரொம்ப பிடிச்சது. தேங்க்யூ. കേടഞ്ഞെട്ടി അല്ലേ? മധുങ്ങൾ റൈക്ക കുട്ടി പറഞ്ഞ പാട്ട് പാടി കൊടുക്കോ? சரி, நான் நிறைய வாட்டி இங்க பாடியிருக்கேன், இவருக்காக இன்னொரு வாட்டி பாடுறேன். സ്പെഷ്യൽ. ഓക്കെ. எஸ். രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ ഒരു യാത്രിക നീ വഴി പോകെ നനൊത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടുണരു ഇരുൾ വീണ മനസ്സിലൊരിത്തിരീരൻ പൂവിരൽ തൊട്ടുഴിയൂ. രാവേറെയായി പൂവേ പൊൻചെമ്പനീർ പൂവേ. സിമ്പിൾ ആയിട്ടാ പാടുന്നേ. അതെ, ആ Thank you, ഓക്കെ thank you. സിമ്പിൾ പുട്ടുപോലെ. താങ്ക് യു ഇരുന്ന് പാടിയാലും അതെ. കൺട്രോൾ. പിന്നെ മധു അങ്കിൾ, ചേച്ചി வந்து ചേച്ചിയെ കമ്പോസ് பண்ண 25 രാഗമാലിക எனக்கு சொல்லித்தரேன்னு சொல்லியிருக்கான். ഓക്കെ, ഓരോ ലൈനും ഓരോ രാഗം. ഓക്കെ, അത് കഴിഞ്ഞ് എല്ലാം ലൈനും പാടിയിട്ട് നെക്സ്റ്റ് ഓരോരോ രാഗത്തില് സ്വരം വരും. ஓ ஸோ அந்த கீர்த்தனத்துல ஃபர்ஸ்ட் லைன் வந்து ரசிகப்பிரியாவாக்கும். ஓகே. அப்போ ചേച്ചി சொன்னா இப்படி ரசிகப்பிரியால மதுவங்களோட ஒரு சூப்பர் பாட்டு இருக்கு, ஆமா இருக்கே, டிங் டாங் கோயில் மணி. ஆமா, அந்த ரசிக பிரியால படத்துல மூவி ஃபீல்டுல ரொம்ப கம்மி சாங்ஸ் தான் இருக்கு, அதுல ஒரு பாட்டு தான் இது. அப்போ ചേച്ചി சொன்னா நீ வந்து இது சூப்பரா இந்த ராகமாலிகா நன்னா படிச்சுட்டு அங்க போயிட்டு ரசிகப்பிரியா பாடிட்டு மதுவங்களை கொண்டு டிங் டாங் கோயில் மணி பாட சொன்னா. എന്ന് ബിന്നിയാൻറ്റി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ஓகே ஓகே ஓகே, பாடுறேன் நான். பின்னிட்ட சொல்லுங்க, நான் பாடுவேன்னு சொல்லுங்க. ഓക്കെ. ஓகே. റൈക്ക കുട്ടി, ഓ അപ്പൊ നമ്മള് അടുത്തടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മള് നമ്മുടെ പ്രോഗ്രസ് ഇങ്ങനെ പോണം. എങ്ങനെ പോണം? മേലേക്ക് പോണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ മാർക്ക് പറയട്ടെ. ஃளைட் டேக் ஆஃப் பண்ற மாதிரின்னு சொல்றாங்க. ആമാ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് പண்ற മാതിരി പോകണം. ഓക്കെ. ഓക്കെ, യെസ്. അപ്പൊ റൈക്ക ബേബിയുടെ ഇന്നത്തെ മാർക്ക് 97.25 ഔട്ട് ഓഫ് 100. കുട്ടി പ്രോമിസ് ആയിട്ടും ഇങ്ങനെ പോണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. അരവിന്ദേട്ടാ, Yes. നമ്മുടെ ടോപ്പ് സിംഗറിന് സ്പെഷ്യൽ ആയിട്ട് ഒരു കുഞ്ഞാറ്റക്കിളി ഉണ്ട്. ആ. ഒത്തിരി എവിടെ ചെന്നാലും ഈ കുഞ്ഞാറ്റന്റെ തിരക്കി എന്ന് പറയാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും. എനിക്കറിയാം, Fans ആണ്, ആണോ? fans. എനിക്കറിയാം. ഞാൻ അങ്ങനെ- വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുഞ്ഞാറ്റെ കാണാൻ. അങ്ങനെയുള്ള ഒരു കുഞ്ഞാറ്റക്കിളിയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം സുഭദ്രക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് സുബ്ബു. ഹലോ. ഒരു നാടൻ സുന്ദരിയായിട്ടാണല്ലോ വരവ്. നല്ല സുന്ദരി, നല്ല ഉടുപ്പ്. ഹായ് കുഞ്ഞാറ്റെ. കുഞ്ഞാറ്റേനെ ഞാൻ കാണുന്നത് ടോപ്പ് സിംഗറിന്റെ വീഡിയോ അല്ലാതെ കുഞ്ഞാറ്റ ഒരു സ്റ്റേജിലിരുന്ന് അങ്ങ് വാനക്കോണില് പാടിയിട്ട് അല്ല സൈഡിൽ നിൽക്കുന്ന ആരാ? അച്ഛനാണോ അറിയാവുന്ന ആരെങ്കിലും ആണോ? സൈഡിലിരുന്നിട്ട് നല്ല മതിമറന്ന് അങ്ങനെ കണ്ടക്ട് ചെയ്യാണ്, ക്ലാപ്പ് ചെയ്ത് ബാക്കിലിരുന്ന്. അത് ആരാണത്? അതെന്റെ അമ്മയുടെ അച്ഛന്റെ കൂട്ടുകാരൻ.
അമ്മയുടെ അച്ഛന്റെ കൂട്ടുകാരനാണ്. ഞാൻ ആ വീഡിയോ ആണ് കണ്ടിട്ടുള്ളത്. കുഞ്ഞാറ്റയുടെ ഭയങ്കര, ഞാൻ കാണുമ്പോ തന്നെ ഇഷ്ടം പോലെ തൗസൻഡ്സ് ഓഫ് വ്യൂസ് ആണ്. ഞാൻ ഇങ്ങോട്ട് വരിക എന്ന് അറിഞ്ഞ ഉടനെ എന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു കുഞ്ഞാറ്റയുടെ പാട്ട് കേൾക്കും, ഞാൻ പോകുന്ന ദിവസം കുഞ്ഞാറ്റ പാടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. Yes, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും ആ പേരെങ്ങനെയുണ്ടായിരുന്നു? സുബ്ബു എന്ന് വിളിച്ചത്? സുബു. ആ അത് നല്ലതാ. എന്റെ ക്ലാസ്സിലെ എല്ലാവരും അങ്ങനെ വിളിക്കും. ആണോ? സുബ്ബുന്നോ? എനിക്ക് തോന്നി ആരൊക്കെ അങ്ങനെ വിളിക്കുന്നുണ്ടെന്ന്. സുബു എന്ന് വിളിക്കുന്നത് ഇൻട്യൂഷൻ അല്ലേ? ഒരു ഇൻഡ്യൂഷൻ, അതുകൊണ്ടാണ് സുബ്ബു എന്ന് വിളിച്ചത്. അല്ലേ? ആ കൊള്ളാം. എന്താ നോക്കിയാലേ. SP പിള്ള. അയ്യോ, അതാരാ? സ്വയം പൊങ്ങി പിള്ള. വെരി ഗുഡ്, താങ്ക് യു. വെരി ഗുഡ്. സന്തോഷമല്ലോ. ഇന്നത്തെ ദിവസം ധന്യമായി. ചോദിച്ചു വാങ്ങിച്ചു. യെസ്, ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. ഓ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. ആഹാ, ഉഗ്രം പാട്ട്. ക്ലാസിക് സോങ്, Yes. ബ്യൂട്ടിഫുൾ അതെ സോങ്. അതെ അതെ. All the best. All the best. താങ്ക് യു. All the best, കുഞ്ഞാറ്റക്കിളി. താങ്ക് യു. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളി ദേവദാസിയെ മറക്കൂ മറക്കൂ. ആയിരമായിരമന്തപുരങ്ങളിൽ ആരാധിച്ചവൾ ഞാൻ, നിങ്ങളെ ആരാധിച്ചവൾ ഞാൻ. നിങ്ങളൊരിക്കൽ ചൂടേറിയൊരു നിശാഗന്ധിയാണു ഞാൻ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളി ദേവദാസിയെ മറക്കൂ മറക്കൂ. കർപ്പൂരനാളമായി
വെരി നൈസ്, സൂപ്പർ സൂപ്പർ. സൂപ്പർ. കുഞ്ഞാറ്റയിലേക്ക് വരുന്നതിന് മുൻപ് കുഞ്ഞാറ്റയുടെ അമ്മയിലേക്കൊന്ന് പോകാം. എന്തിനാണ് കരഞ്ഞത്? അത് സാറേ ഈ പാട്ടുമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ആത്മബന്ധമുണ്ട്. ആണോ? ഓക്കെ. എന്റെ അച്ഛൻ എപ്പോഴും പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് കരച്ചിൽ വരും. ഞങ്ങള് ശരി. അപ്പൊ കുഞ്ഞാറ്റോട് ഞാൻ പറഞ്ഞ, ശരിക്കും അപ്പ പാടുമ്പോ ഞങ്ങൾ എന്തായാലും കരയും. അപ്പൊ നീ പാടുമ്പോഴ അതാണ് വേണ്ടത്, ശരിക്കും ആ ഫീലാണ്. അപ്പൊ ശരിക്കും കുഞ്ഞാറ്റ പാടിയപ്പോ എനിക്ക് ആ ഫീൽ തോന്നി. കറക്റ്റാണ്, വളരെ കറക്റ്റാണ്, വളരെ ശരിയാണ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടിയത്. കുഞ്ഞാറ്റ, എന്തോ അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ പാടിയപ്പോ നന്നായിട്ട് അത് ഹൃദയത്തിൽ ടച്ച് ചെയ്തു. യെസ്. ഓക്കെ, വളരെ നന്നായിട്ട് പാടി കേട്ടോ, സൂപ്പർ ആയിട്ട് പാടി. പല്ലവി വളരെ നന്നായിരുന്നു, അനുപല്ലവിയും സൂപ്പർ. അത് കഴിഞ്ഞിട്ട് വന്ന തുണ്ടുപല്ലവി അതിമനോഹരം. അത് കളിമൺ പ്രതിമകളെ എന്ന് പാടിയിട്ട് സംഗതി പാടിയില്ലേ ഇവിടെ, തുണ്ടുപല്ലവി. അനുപല്ലവിക്ക് ശേഷം വന്നത് അത് കലക്കിട്ടാ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. ഫസ്റ്റ് പല്ലവി റിപ്പീറ്റിലാണ് ഒരു കളിമൺ പ്രതിമകളെ കുറിച്ച്. അവിടെ എന്തോ പ്രതിമയുടെ സൈഡിൽ എന്തോ ഒരു ഡാമേജ് വന്നു ചെറുതായിട്ട്. പിന്നെ ഹൈ പിച്ച് പാടിയ ഭാഗത്ത് കുറച്ച് സ്ട്രെയിൻ തോന്നി. പക്ഷെ ഫീൽ ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഫീലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഹാ എന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ. ആ ഫീല് കാരണം കൊണ്ടാണ് അമ്മ കരഞ്ഞത്. അമ്മയ്ക്ക്, കുഞ്ഞാറ്റയുടെ അപ്പയെ അമ്മയ്ക്ക് ഓർമ്മ വന്നത്. കുഞ്ഞാറ്റ ആളൊരു നിസ്സാരക്കാരിയല്ല, തെളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. കുഞ്ഞാറ്റെ, എന്തോ എനിക്കിപ്പോ മനസ്സിലായി കുഞ്ഞാറ്റയ്ക്ക് ഇത്രയധികം ഫാൻസ് എന്തുകൊണ്ടാന്നുള്ളത് കേട്ടോ. അങ്ങനെ പറ. കാരണം ഒരു പാട്ടിന്റെ ആത്മാവ് എന്താന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് റീക്രിയേറ്റ് ചെയ്യാൻ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പാട്ട് പഠിച്ചത് കൊണ്ട് പാട്ടുകാരനാവുന്നില്ല. ആ പാട്ടിന്റെ ആത്മാവ് എന്താണ് എന്നിട്ട് മൂവ് ചെയ്യുക. അതായത് ഞാനിപ്പോ എനിക്ക് കുറച്ച് വിങ്ങി ഇരിക്കുകയാണ് ഈ പാട്ട് കേട്ടിട്ട്. കാരണം ഒരു ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയില്ല. അതുകൊണ്ടാണല്ലോ കലാകാരന്മാരെന്ന് പാട്ടുകാരെയും ആർട്ടിസ്റ്റിനെ എല്ലാം വിളിക്കുന്നത്. നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാരുടെ ഫീലിങ്സ്, ഇമോഷൻ. അപ്പൊ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന എന്നെ പെട്ടെന്നൊന്ന് വിഷമിപ്പിച്ചു പാട്ടിലൂടെ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതായിരിക്കണം, അതങ്ങനെ തന്നെ ആവട്ടെ. സോ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഞാൻ ഇടയ്ക്ക് കണ്ണടച്ചങ്ങനെ ഇരുന്നു പോയി. എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു പോയി. ബ്യൂട്ടിഫുൾ കുഞ്ഞാറ്റെ. കുഞ്ഞാറ്റ കിളിയേ എന്തോ അരച്ചി. അടുപ്പിച്ച് ഒരുപാട് പെർഫോമൻസ് ആയിട്ട് നല്ല കൺസിസ്റ്റൻസി ആയിട്ടാണ് പാട്ടുകളൊക്കെ പെർഫോം ചെയ്യുന്നത് കുഞ്ഞാറ്റ കിളി. അതായത് കഴിഞ്ഞ പാട്ടായാലും അതിന് മുന്നത്തെ പാട്ടായാലും മുന്നേയുള്ള റൗണ്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കുഞ്ഞാറ്റ ഈ ടോപ്പ് സിംഗർ സീസൺ 6 ജേർണിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അത് സൂപ്പറാണ് കേട്ടോ. അത് കുഞ്ഞാറ്റയുടെ ഓരോ പെർഫോമൻസും ഇൻഡിവിജ്വാലിറ്റി അവിടെ സ്റ്റാമ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് കുഞ്ഞാറ്റ കിളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസി ഈ പാട്ടിലും മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ എനിക്ക് മൈക്ക് ഹാൻഡിൽ ചെയ്ത് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി അവസാനം എൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഇതിങ്ങനെ മാറ്റിപ്പോയി. അത് ലാൻഡിങ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അച്ഛനാണ് പറഞ്ഞു തരുന്നത്. അച്ഛൻ പറഞ്ഞതാ. എന്താണ് ഇന്ന് പാടുമ്പോ മൈക്ക് മൂക്കിന്റെ സ്ഥലത്തായിട്ട് കൊണ്ടുവന്നിട്ട് അച്ഛനൊരു കൈയ്യടി കൊടുക്കണല്ലോ. അപ്പൊ അതൊക്കെയാണ് കുഞ്ഞാറ്റ കിളി മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ഞാറ്റക്കിളി, എന്തോ ഈ വളരെ ഇമോഷണൽ പെർഫോമൻസിന് ഞങ്ങള് കുഞ്ഞാറ്റന് തരുന്നത് 99 out of 100. താങ്ക് യു സാർ. കുഞ്ഞാറ്റെ, എന്തോ ഈ പാട്ട് പാടി ഞങ്ങളെയൊക്കെ
വിഷമിപ്പിച്ചില്ലേ, കരയിപ്പിച്ചില്ലേ? ഇനി ഒരു വേറൊരു പാട്ട് പാടി ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കോ? നല്ല അടിപൊളി പാട്ട്. കുഞ്ഞാറ്റയുടെ കുറെ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലത്തെ ആ ഒരു പടക്കളം അത് പാടിത്തരും. ഓക്കെ. പടക്കള്ളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വാശിയവനേറെയുണ്ടല്ലോ, മീശ ബഹുകേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ. അങ്ങനെയല്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ, വളർന്നങ്ങ് കേമനായില്ലേ, വിരുദ്ധൻ യോഗ്യനായില്ലേ. എങ്കിലും വെണ്ണക്കക്കലും ചേലക്കക്കലും നിൻ തൊഴിലേ താതൃകത്താതെ, വെണ്ണക്കക്കലും ചേലക്കക്കലും നിൻ തൊഴിലേ താതൃകത്താതെ. പടക്കള്ളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വാശിയവനേറെയുണ്ടല്ലോ, മീശ ബഹുകേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ. താങ്ക് യു. ഇപ്പോഴാണ് സ്കെയിൽ ഒന്ന് ബാലൻസ് ആയത്. കുഞ്ഞാറ്റ ആൻഡ് ഫോക്ക്, അതൊരു കോമ്പിനേഷൻ തന്നെയാണ്. താങ്ക് യു. നമ്മുടെ കുഞ്ഞാറ്റക്കിളിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ. ആരാ വരേണ്ടത് ഗിഫ്റ്റ് തരാൻ? അരവിന്ദ് ഏട്ടൻ. വെൽക്കം. 99 ഔട്ട് ഓഫ് 100 വാങ്ങിച്ച കുഞ്ഞാറ്റയ്ക്ക് ഇതാ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുഞ്ഞാറ്റക്കിളിക്ക് കിൻഡർ ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് താങ്ക് യു ചേട്ടാ. താങ്ക് യു കുഞ്ഞാറ്റേ. ബൈ. ഞാനും പോണേ. അയ്യോ പോലെ അരവിന്ദയുടെ പോലെ ആയിട്ടില്ല. ഞാൻ കൂട്ടത്തിൽ കുട്ടിക്കോളാം. ആര്യ ചേച്ചി, Yes, മീനൂട്ടാ. നല്ലൊരു മെലഡി പെർഫോമൻസ് കാണാൻ തോന്നുന്നുണ്ടോ? കൊതിയാവുന്നുണ്ട് കേക്കാൻ. കൊതിയാവുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ നമ്മുടെ മെലഡി ക്വീന്റെ കയ്യിൽ എങ്ങനെ ഇരിക്കും? ബ്യൂട്ടിഫുൾ. അതെ, നമുക്കൊരു മെലഡി ക്വീൻ ഉണ്ട് കേട്ടോ ചേട്ടാ. ഇവിടുത്തെ മെലഡി ക്വീൻ ആണ് നമ്മുടെ ശിവഗാമി കുട്ടി. എല്ലാരും ശിവഗാമി കുട്ടിയുടെ മെലഡി പെർഫോമൻസിന് വേണ്ടി വെയിറ്റിംഗ് ആ. Yes. നമുക്ക് വിളിക്കാം അല്ലേ? ലെറ്റ്സ് വെൽക്കം നമ്മുടെ ശിവഗാമി ഓൺ സ്റ്റേജ്. ഹായ് ശിവു. ആഹാ, ഇന്നത്തെ ഉടുപ്പും കലക്കിയിട്ടുണ്ടല്ലോ. താങ്ക് യു. ഈടായിട്ട് മൊത്തം സൂപ്പർ സൂപ്പർ ഉടുപ്പുകളാ. അതെ, താങ്ക് യു. ഇതാരാ വാങ്ങിച്ചെന്ന്? ഇത് അമേരിക്കയിൽ നിന്നാണ് മാത്യു അങ്കിൾ അടിച്ചത്. അമേരിക്കന്നാണോ? ഓ, ആ മാത്യു അങ്കിൾ, അന്ന് ഇവിടെ വന്ന മാത്യു അങ്കിൾ. ചേട്ടൻ ഇന്നല്ലേ കാണണേ. ഹായ്, സുഖാണോ? ശിവകുട്ടി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടുന്നേ? തേടുവത് ഏതൊരു ദേവപദം. ആഹാ, അതേത് സിനിമയിലത്തെയാ? വൈശാലി. ആഹാ, ഈ സിനിമ കണ്ടിട്ടുണ്ടോ വൈശാലി? കുറച്ച്. ഈ പാട്ട് എവിടെയാ വരുന്നതെന്ന് അറിയോ? അതായത് ഇതിലത്തെ ഒരു മുനി ഋഷ്യശൃംഗൻ, അദ്ദേഹം തപസ് ചെയ്യാണ്. ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുമ്പോ വൈശാലി പാടി ആടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ തെറ്റിപ്പിച്ച് തപസ് മുടങ്ങുന്ന ഒരു പാട്ടാണിത്. ഈ പാട്ടിന്റെ അവസാനമാകുമ്പോ അദ്ദേഹത്തിന്റെ തപസ് മുടങ്ങും, അയാള് കണ്ണ് തുറക്കും. അതാണ്. ഞങ്ങളുടെ എല്ലാം തപസ് മുടക്കുവോ? അത്രയ്ക്ക് നന്നായിരിക്കുമോ പാട്ട്? അത്രയ്ക്ക് സൂപ്പർ അല്ലേ? ആയിരിക്കും. അതെ, ഞാനും മധുചേട്ടനും ഒറ്റക്കാലിൽ നിൽക്കണോ? അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. വന്ദനം മുനീനന്ദന സാന്ദ്രചന്ദന ശീതളവനികകൾ സാമമന്ത്രം ചൊല്ലിയുണർത്ത
തേടുവതേതൊരു ദേവപദം, തേടുവതേതൊരു ദേവപദം, തേടുവതേതൊരു ബ്രഹ്മപദം, തേടുവതേതൊരു ദേവപദം. ആരെയോർത്തിനിയും തപസ്സു ചെയ്യൂ എന്റെ ആത്മാവേ, മിടിപ്പൂ നീ അറിഞ്ഞതല്ലേ. തേടുവതേതൊരു ദേവപദം, തേടുവതേതൊരു ദേവപദം. ആരതിയൊഴിഞ്ഞു ഞാൻ ആനയിച്ചു എന്റെ ആശ്രമാങ്കണത്തിലേക്കായി ക്ഷണിച്ചു. ആരതിയൊഴിഞ്ഞു ഞാൻ ആനയിച്ചു എന്റെ ആശ്രമാങ്കണത്തിലേക്കായി ക്ഷണിച്ചു. ആരോരും അറിയാതെ ആ തിരുസന്നിധിയിൽ ആനന്ദലാസ്യമാടി നിന്നു. ആകെ തളർന്നു ഞാൻ എന്നെ മറന്നു, ആ മാറിൽ തല ചായ്ച്ചു വീണു. തേടുവതേതൊരു ദേവപദം, തേടുവതേതൊരു ദേവപദം. ഏതൊരു പൂജാ പുഷ്പത്തിൽ നീ സ്നേഹത്തിൻ്റെ മുഖം കണ്ടു. ഏതൊരു മൃണ്മയ വീണയിൽ നിന്നും ആദിമരാഗം നീ കേട്ടു. ആ പുഷ്പമിതാ, ആ വീണയിതാ, ആ കൈകളിലേക്കണയുന്നു, അണയാനുഴറുന്നു. തക്കത്ത തിംതക തത്തിംതക തക്കത്ത തിംതക തത്തിംതക തത്തരി കിടുതക തത്തണ്ണ ജുണതക തത്തിമ്മി തിമിതക തക്കിട്ട കിടതക തത്തരി തത്തണ്ണ തച്ചുടു തത്തിമി താ കീട്ട തകദിവു കിടതിടും താ കീട്ട തകദിവു കിടതിടും താ കീട്ട തകദിവു കിടതിടും. തമസിന്റെ ദുർഗങ്ങളെല്ലാം തകർത്തിൻ മനസ്സിന്റെ അശ്വം കുതിക്കും മുഹൂർത്തം. അശ്വപ്രയാണം മഹാശ്വപ്രയാണം, വിശ്വം ജയിക്കുന്ന യാഗാശ്വയാനം. യാനം മഹാകാലമാർഗത്തിലൂടെ, യാനം മഹാകാശമാർഗത്തിലൂടെ, നിൻ സൂര്യനെ തേടി ഏകാന്തയാനം. യാനം പ്രയാണം അനന്തപ്രയാണം. സബാഷ്. താങ്ക് യു. കാലക്കി, അടിപൊളി. ഞെട്ടിച്ചു ശിവകാമിക്കുട്ടി. അതെ, അതെ. എന്റെ ദൈവമേ, എന്താണ് ഇവിടെ കേട്ടത് ഇപ്പോ? പാട്ട് പാട്ടാന്ന് മനസ്സിലായി. അത് എന്തൊരു പാട്ടായിരുന്നു. താങ്ക് യു. ഏ താങ്ക് യു. അസലായിട്ട് പാടി, ഉഗ്രനായിരുന്നു. താങ്ക് യു. പറയാൻ വാക്കുകളില്ല സത്യത്തില്. Thank you. അതും ഈസി ആയിട്ടാ പാടണത്. ആ ഹൈപ്പിച്ച് നിർത്തിയതൊക്കെ മുഖത്ത് യാതൊരു സ്ട്രെയിനും ഇല്ല, ചുമ്മാ Yes. അങ്ങ് പാടുകയാണ് അല്ലേ. ആദ്യം മുതൽ ആ ഒരു ആഡ്ലിബ് മുതൽ അവസാനം വരെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ മനോഹരമായിട്ട് പാടി. തേടുവതേതൊരു ദേവപദം
പിന്നെ ജതിയുടെ അത് കുറച്ച് താളത്തിൽ നിന്ന് മാറിപ്പോയെന്നേ ഉള്ളൂ. വളരെ ചെറിയ കാര്യം, അത് പാട്ടിന്റെ ഭാഗത്തല്ലല്ലോ, അതുകൊണ്ട് നമ്മളത് ഇങ്ങനെ വലിയ കാര്യമാക്കുന്നില്ല. പക്ഷെ പാട്ട് പാടിയത് അത്രയും ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. ക്ലീൻ, സൂപ്പർ, ക്ലീൻ. തമസിന്റെ ദുർഗങ്ങളെല്ലാം തകർത്ത് മനസ്സിന്റെ അശ്വം കുതിക്കും മുഹൂർത്തം. അശ്വപ്രയാണം മഹാശ്വപ്രയാണം വിശ്വം ജയിക്കുന്ന പാടുമ്പോ എപ്പോഴും ക്ലീൻ ആയിരിക്കുമല്ലോ. അതല്ലേ, അതിൽ ഇത്ര ആരാധകർ, ഇത്ര ഫാൻസ്, ഇത്ര കുറെ പ്രേക്ഷകരുണ്ട്. അതെ, അവരെല്ലാരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. മധുവങ്കൾ വളരെ സന്തോഷമായി, വളരെ ഹാപ്പിയായി കേട്ടോ. സൂപ്പർ. ശിവകാമി കുഞ്ഞേ, ഞെട്ടിക്കുവാണല്ലോ ഇങ്ങനെ പാടിയിട്ട്. നമുക്കെല്ലാം അറിയാം, മെലഡി റൗണ്ട് വരുമ്പോഴത്തേക്ക് ശിവകാമി കുട്ടീനെ വെല്ലാൻ അധികം ആൾക്കാരുണ്ടാവില്ല. കാരണം ലൈവ് ഇത്രയും നല്ല മെലഡീസ് പാടുമ്പോഴത്തേക്ക് ലൈവിൽ ആ പെർഫെക്ഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പക്ഷെ ശിവകാമി കുട്ടി പല സമയത്തും പെർഫെക്റ്റ് ആയിട്ട് പാടിയിട്ട് ഞങ്ങളിങ്ങനെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ ഒരു ഞെട്ടലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഭയങ്കര പ്രൗഡാ ശിവകാമി കുട്ടി, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ആകെ ഒരു പ്രശ്നം ആ ഒരു ഇടയിൽ ഒരു ജതി വന്ന സ്ഥലം, അതൊന്നും കൂടി പാടാം നമുക്ക്. തത്തിം തക തത്തരി കിടതക തത്തണ്ണ ജുണതക തത്തിമ്മി തിമിതക തക്കിട്ട കിടതക തത്തരി തത്തണ്ണ തച്ചുടു തത്തിമ്മി താ കീ താ തകതിഗു കിടതിടും താ കീ താ തകതിഗു കിടതിടും താ കീ താ തകതിഗു കിടതിടും. ആഹാ, യെസ്, ഇപ്പൊ കറക്റ്റ് ആയി, ഇപ്പൊ പെർഫെക്റ്റ് ആയി. യെസ്, മിടുക്കിയായിട്ട് പാടി കേട്ടോ. എനിക്ക് അത് മാത്രമാണ്, ആ ടേക്കിന്റെ സമയത്താണ് അത് കിട്ടാതെ പോയത്. പക്ഷെ ഇപ്പൊ പാടിയപ്പോ പെർഫെക്റ്റ് ആയിരുന്നു. അത് പ്രൊനൗൺസ് ചെയ്യുന്നതും കേൾക്കാൻ ഭയങ്കര രസം. പിന്നെന്താ പറയണേ? തകതിക്കോ കിടതക തരികിടതോ. അതെ, അതൊക്കെ പെർഫെക്റ്റ് ആണ്. ഭയങ്കര രസമുണ്ട് കേൾക്കാൻ വേണ്ടിട്ട്. മിടുക്കി, നല്ല ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. ശിവകാമക്കുട്ടി, തപസ് മുടങ്ങിയല്ലോ മോളെ. ഒറ്റക്കാലിൽ നിന്ന് ഏത് മുനിയും 4 കാലിൽ വീഴും. ഈ പാട്ട് കേട്ടാൽ എഫേർട്ട്ലെസ് ആയിരുന്നു. ഇത്രയും പാടുള്ളൊരു പാട്ട് എഫേർട്ട്ലെസ് ആയിട്ട് കേൾക്കാൻ മാത്രമല്ല, കാണുമ്പോഴും ഒരു എഫേർട്ടും എടുക്കുന്ന പോലെ തോന്നുന്നില്ല. അത് അത്ഭുതം തന്നെയാണ്. അതായത് ശ്രുതി പ്രശ്നമില്ല, താളം ഇടയ്ക്ക് ആ ജതിന് ചെറിയൊരു പ്രശ്നം വന്നു എന്നല്ലാണ്ട് അതിനൊരു പ്രശ്നമില്ല, ഭാവം അതിലൊരു പ്രശ്നമില്ല. എല്ലാ രീതിയിലും എഫേർട്ട്ലെസ് ആയി, ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് എഫേർട്ട്ലെസ് ആയിരുന്നു മോളെ. സോ ഹാപ്പി, വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കേൾക്കാനും കാണാനും പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് മോളെ. ഈ പെർഫോമൻസ് ചിത്ര ചേച്ചി കാണണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പാടിയത് ചിത്ര ചേച്ചി കേൾക്കണം എന്ന് വിചാരിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ചേച്ചി ട്രൈ ചെയ്തു, ഫോണിൽ ട്രൈ ചെയ്തു. ചേച്ചി പക്ഷെ ഒരു കല്യാണത്തിന്റെ റിസപ്ഷനിലാണ് മദ്രാസിൽ. അപ്പോൾ ഞാൻ എന്തായാലും ചേച്ചിയോട് പറയുന്നുണ്ട്, ശിവകാമിക്കുട്ടി ഇന്ന് ഭംഗി അതിമനോഹരമായിട്ട് പാടി എന്നുള്ള കാര്യം. അപ്പൊ ശിവകാമി കുഞ്ഞെ, ഇങ്ങനെ പെർഫോം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്കിങ്ങനെ അറിയാം. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? അറിഞ്ഞൂടാന്നോ? പറഞ്ഞു നന്നായി പാടിയ എന്ത് നന്നായിട്ട് പാടുമ്പോ എന്തൊക്കെയാ അവിടെ നിന്ന് കിട്ടാറ്? 100 മധുരമഴ. 100 മധുരമഴ. അതാണ് ചോദിച്ചത്. ചോദിച്ചേ, അതന്നെ പാവങ്ങൾക്ക് തരാനുള്ളൂ. അത്രേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിൽ അത്രേ ഉള്ളൂ തരാൻ വേണ്ടി. അപ്പൊ തരട്ടെ മാർക്ക്. നമ്മുടെ സ്വന്തം ശിവകാമി കുട്ടിക്ക് ഇന്ന് മെലഡി റൗണ്ടിൽ 100 out of 100. മധുരമഴ എന്തായാലും പെയ്യും. ചോദിക്കാത്തൊരു കാര്യം കൂടെ ഞാൻ തരട്ടെ. എത്ര സ്റ്റാർ വേണം? 5 സ്റ്റാർ മധുരമഴയുടെ കൂടെ തന്നിരിക്കുന്നു. തപസ് മുടക്കിയതിന് തന്നിരിക്കുന്നു 5 stars. അപ്പോ 100 out of 100 plus 5 stars for ശിവകാമി കുട്ടി. അപ്പൊ വരട്ടെ അങ്ങനെ ഒരു മധുര മഴ. ശിവകാമി കുട്ടിയാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. ശിവകാമി കലക്കി അടിപൊളി. എപ്പോഴത്തെയും പോലെ ഇന്നും മിടുക്കിയായിട്ട് പാടി. വി ആർ സോ ഹാപ്പി. ഓക്കെ,
അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ടോപ്പ് കിൻഡർ സിംഗറിന്റെ ബോക്സിന്റെ അതെ ഒരു അതിമനോഹരമായ ഉടുപ്പുമായി ഉടുപ്പാണ് വീണ്ടും നമ്മുടെ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഓക്കെ, ടോപ്പ് സിംഗറിന്റെ സൂപ്പർ സ്റ്റാറിന് കിൻഡർ ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു ശിവാമി കുട്ട. ബൈ. Congratulations, ശിവകാമി. മിഠായി വറക്കില്ല. മിഠായി പെറുക്കില്ല ഇതിലേക്ക് പറക്കിട്ടോ. പാവം. ഇന്ന് 10 സെക്കൻഡ് അല്ല 20 സെക്കൻഡ് തരാം. എടുത്തോ, ഇഷ്ടം പോലെ ഇല്ല, എടുത്തോ. നമ്മൾ എത്ര സമയം കൊടുത്താലും അവർക്ക് വേണ്ടത് മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷെ ഇന്ന് എന്തൊക്കെയോ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇല്ല, കഴിഞ്ഞു. ഇല്ല ചേച്ചി, ഇല്ല. ഇന്ന് എന്തൊക്കെയോ ഒരു നല്ല മാറ്റം സന്തോഷത്തിലാണ്. ആണ്. Yes. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻ ശിവകാമി കുട്ടി. ടാറ്റാ. Bye. Bye. അരവിന്ദേട്ടാ, യെസ്. ഇനി നമ്മുടെ ടോപ്പ് സിംഗറില് വളരെ എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാ വരാൻ പോകുന്നത്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ സ്നേഹം കൊണ്ടാണ് കേട്ടോ. എല്ലാവരോടും ഭയങ്കര സ്നേഹം ഇനി വരാൻ പോകുന്ന കക്ഷിക്ക്. ഭയങ്കര സ്നേഹം മാത്രല്ല, പാട്ടും അത്ര അധികം ഇഷ്ടമാണ്. പാട്ടിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി നമ്മൾ ഈ എപ്പിസോഡൊന്നും പോരാ, ഇങ്ങനെ 3-4 എപ്പിസോഡ് നമ്മളൊരു ഡിസ്കഷനിലേക്ക് അതുപോലുള്ള ഒരു ചക്കരക്കുട്ടനാ വരാൻ ഞാൻ പോകുന്നത്. ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ആരാന്നറിയാം. ആരാ? റിയാനാണ്. Yes. റിയാന്റെ ഞാൻ കണ്ട റീൽസിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് റിയാൻ കുട്ടൻ. റിയാനാണ്. ഓ, ശരി ശരി ശരി. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. ഹായ് റിയാൻ കുട്ട. ഹായ് റിയാൻ, how are റിയാൻ you? കുട്ട, വേങ്കുട്ടാ, ഞാൻ ആരാന്ന് മനസ്സിലായോ? റോബോട്ട് മധുസർ. കലക്കി. വേങ്കുട്ടാ. എന്തോ രവീന്ദ്ര സാറേ. സ്വാമി ശരണം. സ്വാമി ശരണം. എങ്ങനെ ഉണ്ടായിരുന്നു മലക്ക് പോയിട്ട്? നല്ലതായിരുന്നു, സൂപ്പർ ആയിരുന്നു. അടിപൊളി. അരവിന്ദേട്ടനെ നേരത്തെ പരിചയമുണ്ടോ? അല്ല, കണ്ടുപരിചയമില്ല, പക്ഷെ പാട്ടുകള് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ ജീവേണുഗോപാൽ സാറിന്റെ പാട്ട് കൊറേ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. പിന്നെ രവീന്ദ്ര സാറിന്റെയും കേട്ടിട്ടുണ്ട്. ഏതാ ഇഷ്ടം? ആഹാ. ഏത് പാട്ടാ ഈ ഇഷ്ടം? പാട്ടില്ലേ, ഏത്? മഴപാടും കുളിരും. അതിഷ്ടാണ്. യെസ്. ഇന്ന് ഏത് പാട്ടാ റിയാൻകുട്ടൻ പാടുന്നേ? ഇന്ന് മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്നു. മഴപ്പാട്ടാണ്. മഴപ്പാട്ട്. അത് നമ്മുടെ വിജു പാടിയതല്ലേ? യെസ് യെസ്. വിജയ് യേശുദാസ്. അതെ, വിജയ് Yes, ഉഗ്രം സ്റ്റേറ്റ് പാട്ടാണ്. അവാർഡ് കിട്ടിയ State award പാട്ടാണ്. കിട്ടിയ State പാട്ടാണ് award വിജുവിന്. സ്റ്റേറ്റ് അതെ. അവാർഡ് കിട്ടി. ഹായ് Yes. വിജു. Yes. മധു സാറേ, എന്തോ ഇപ്പൊ നമ്മൾക്ക് മഴ റൗണ്ടല്ലേ, ഉം. ഒരു മധുര മഴ റൗണ്ട് ഒന്ന് വെച്ചൂടായിരുന്ന? മധുരമഴ. എല്ലാവർക്കും എല്ലാവർക്കും മധുരമഴ. മധുരമഴ അല്ലേ? എന്നിട്ട് നമുക്ക് സന്തോഷിക്കായിരുന്നല്ലോ. എന്നാ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണമെങ്കിൽ എന്തായാലും റിയാൻകുട്ടൻ പറഞ്ഞല്ലേ, നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് ആലോചിക്കാവുന്നതാണ്. രാഘുവായിട്ട് ഡിസ്കസ് ചെയ്യാം, നമുക്ക് അതെ അതെ. പ്ലാൻ ചെയ്യാം. ഇത് മ്യൂസിക് ഡയറക്ട് ചെയ്ത ഷഹബാസ് ഖാൻ. ആ. ഇതേ സിനിമയില് വേറൊരു പാട്ടുണ്ട്, ആ. ഈ ചില്ലയിൽ നിന്ന് അതെ, അതെ, അതെ. ആ. ഭൂമി ആ, തൻ യേശുദാസ് സാർ പാടിയത്. അതെ, അത് ഷഹബാസ് ഖാൻ ആദ്യം കമ്പോസ് ചെയ്ത് വെളിയിൽ വരുന്നത് ജൂൺ മഴയിൽ എന്ന് പറഞ്ഞൊരു ആൽബത്തിൽ അച്ഛൻ പാടിയിട്ടാണ് ഇതേ പാട്ട്. ഈ ചില്ലയിൽ. ഇതേ ട്യൂണില് ഇതേ ട്യൂണ്, ഇതേ വരികളാണ്. ഇതേ വരികള്. ഇത് രഞ്ജിത്ത് സാർ കേട്ടിട്ട്, പക്ഷെ അദ്ദേഹത്തിന് യേശുദാസ് അങ്കിള് പാടണം എന്നായിരുന്നു. ഓ, അത് ശരി. അയ്യോ. അദ്ദേഹം എൻവിഷൻ ചെയ്ത്. അപ്പൊ ആണല്ലേ? അച്ഛൻ്റെ അടുത്ത് തന്നെ അത് നേരത്തെ റെക്കോർഡിങ്ങിന് മുമ്പ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓ, അത് ഇങ്ങനൊരു ശരി. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആഹാ. ദാസ് സാറ് പാടണം എന്നാണ്. അപ്പൊ അച്ഛൻ ഓ, അത് ശരി. വളരെയധികം സന്തോഷത്തോടെ അച്ഛൻ അപ്പൊ അത് റഫീഖ എഴുതി അച്ഛൻ പാടിയൊരു പാട്ടായിട്ടാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്, അതിന്റെ ഒരു വേർഷൻ. ഓ, ഓക്കെ ഓക്കെ. നമുക്ക് തുടങ്ങിയാലോ എന്നാ? ആ, തുടങ്ങാം. ഇന്നത്തെ ഡ്രസ്സ് കലക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല ഉഗ്രൻ ഷർട്ട്. എനിക്ക് സുന്ദരനായിട്ടുണ്ട്. ഇഷ്ടമായി അത്. ആ സാറേ, എന്റെ അച്ഛന്റെ ചേട്ടൻ മേടിച്ചു തന്ന ഷർട്ടാണ്. ആണോ? കൊള്ളാം. നന്നായിട്ടുണ്ട്, നല്ല നന്നായിട്ടുണ്ട്. selection. നല്ല രസമുണ്ട് കാണാൻ. അതെ, അതെ, അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് റിയാൻ കുട്ട. അപ്പൊ okay? താങ്ക് യു ചേച്ചി, Yes. താങ്ക് യു സാർ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രം എരിയുന്ന
ഉണ്ടായിരുന്നു റിയാൻകുട്ടാ. താങ്ക് യു ചേച്ചി. നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. കാലക്കി താങ്ക് യു സർ. എന്തായിരുന്നു ഫീല്? ഇതൊക്കെ എങ്ങനെ കിട്ടുന്നതൊക്കെ ഈ ഫീലൊക്കെ എവിടെന്നാ വരണേ ഇങ്ങനെ? ഗ്രൂമേഴ്സ് പഠിപ്പിച്ചു, പിന്നെ സ്വന്തം ടൂർ ഇട്ടിട്ടുണ്ട്. ആണല്ലേ? കലക്കി ട്ടാ. എനിക്ക് വളരെ 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 ഇഷ്ടമായി ഇന്ന് പാടിയത്. താങ്ക് യു സർ. ഉഗ്രനായിരുന്നു. താങ്ക് യു സർ. PCR നിന്ന് കൈയടിക്കാന്ന് നമ്മുടെ ഗ്രൂമേഴ്സ് എല്ലാരും. ആ എന്നാ പിന്നെ അവരെ ഇങ്ങോട്ട് വിളിച്ചാലോ? വിളിക്കാലോ. അവരെ. ആ യെസ് എന്നാ ഗ്രൂമേഴ്സ് ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് കൈയടിക്ക്. സിയാദാൻ വൈശാഖ് യെസ്. ദേ. പാടിട്ടാ. അടിപൊളി അടിപൊളി. താങ്ക് യു സർ. താങ്ക് യു സർ. മധുക്കൾ അപ്പൊ തന്നെ ക്യാപ്ചർ ചെയ്യാതൊക്കെ. അപ്പൊ എന്തായാലും സൂപ്പർ, പറയാൻ വാക്കുകളില്ല സത്യത്തിൽ. താങ്ക് യു സർ. ഇത് ശരിക്കും ബിജു സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് അല്ലേ? വിജയ് യേശുദാസ് കലക്കിയിട്ടുണ്ട്, ഉഗ്രനായിട്ട് പാടിയിട്ടുണ്ട്. അതിൽ എല്ലാ പാട്ടുകളും അല്ലേ ഷഹബാസ് ചെയ്തേക്കണ എല്ലാ പാട്ടുകളും. അതെ അതെ ഉഗ്രനായിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അത് ഇവിടെ വന്ന് അതിമനോഹരമായിട്ട് പാടി. അതിന് ഞാൻ പ്രത്യേകം ഞാൻ വീണ്ടും നമ്മുടെ ഗ്രൂമേഴ്സിനെ രണ്ടുപേരും വെരി ഗുഡ് വെരി ഗുഡ്. ഓൾസോ ടോപ്പ് ബാൻഡ്. ടോപ്പ് ബാൻഡ് ഭയങ്കര ഫീൽ ആയിരുന്നു കേട്ടോ. അടിപൊളി. താങ്ക് യു വൈശാഖ്. താങ്ക് യു സിയാദേ. താങ്ക് യു താങ്ക് യു. റിയാൻകുട്ടാ, എന്തോ ചേച്ചി? ശരിക്കും ഈ പാട്ടിന്റെ വരിയിൽ പറയുന്നില്ലേ, മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. അത് മനസ്സിലുള്ള ഒരു രഹസ്യം പോലെയാണ് ആ പാട്ടിൽ ആ വരികൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ അതെ. എനിക്ക് റിയാൻകുട്ടൻ പാടുന്നത് കേട്ടപ്പോഴും എന്റെ ചെവിയിൽ വന്നിട്ട് എനിക്ക് വേണ്ടി മാത്രം രഹസ്യമായിട്ടൊരു പാട്ട് പാടി തന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയാണ് ഓരോരുത്തർക്കും തോന്നുന്നത്. അങ്ങനെയാണ് ഓരോരുത്തർക്കും. പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നത് അല്ലേ? അവർക്ക് വേണ്ടി പാടിയ പോലെ. യെസ്. അത് ഓരോ ആൾക്കും റിയാൻകുട്ടൻ ചെവിയുടെ അടുത്ത് വന്നിട്ട് പാടി തന്ന പോലത്തെ ഒരു ഫീലാണ് ഇന്നത്തെ പെർഫോമൻസിന് ഉണ്ടായിരുന്നത് റിയാൻകുട്ട. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ട് ആത്മാവിനുള്ളിൽ. എനിക്ക് ഇതിന്റെ അപ്പുറം എന്താ പറയേണ്ടത് എന്നറിയില്ല. അത് ആദ്യം തുടക്കം മുതൽ അവസാനം വരെ അത് അതുപോലെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വോയിസ് മറ്റേ ബേസിലേക്ക് വരുമ്പോഴത്തേക്കും അതിനൊരു ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. അതെങ്ങനെയായിരുന്നു? തിരികളുണ്ട് ആത്മാവിനുള്ളിൽ. ഞാനത് റിയാൻകുട്ടൻ ദാസറിന്റെ പാട്ടുകൾ പാടുമ്പോൾ റിയാൻകുട്ടൻ ഇങ്ങനെ ബേസ് ചെയ്യുന്ന ശ്രദ്ധിക്കാറുണ്ട്. വേസ്റ്റ് സാധനം ചെയ്യാറുണ്ടോ? ആ ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യണത്? ഇതിപ്പം സനൂപ് സാറ് പറഞ്ഞതായിരുന്നു, പറഞ്ഞിട്ട് ചെയ്തത്. രജിസ്റ്റർ ചെയ്യണം. അതെ അതെ ബേസ്. അതെ അതെ വളരെ നല്ല കാര്യം. സനൂപ് ഇന്ന് ഇവിടെ വന്നിട്ടില്ല. എന്തായാലും നല്ല കാര്യം. സനൂപിനോട് പ്രത്യേകം പറഞ്ഞേക്കാം. സിയാബ് സാറും പറഞ്ഞായിരുന്നു സിയാദും പീസ്ഫുൾ ആയിട്ട് പാടാൻ പറഞ്ഞു. വളരെ പീസ്ഫുൾ ആയിരുന്നല്ലോ അല്ലേ? ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. അത് ഇത് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പീസ് കിട്ടുന്നുണ്ട്. യെസ്. താങ്ക് യു സാർ. ശരിക്കും ഒരു ഭയങ്കര സമാധാനം, ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സമാധാനം പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക്. അതെ അതെ അതെ. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയാ, അനുപല്ലവി ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ ആ വരികളൊക്കെ ഇല്ലേ, റിയാൻകുട്ട ഒരു സ്ട്രെയിൻ ഇല്ലാതെയാണ് മേളിൽ പാടിയിരുന്നത്. സ്മൂത്ത് ആയിട്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ സോഫ്റ്റ് ആക്കി ഇങ്ങനെ ഒഴുകി 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 വരുന്ന പോലെയാണ് റിയാൻകുട്ടന്റെ പാട്ട് എനിക്ക് ഇന്ന് ഫീൽ ചെയ്തത് കേട്ടോ. മിടുക്കനായിട്ട് പാടി. എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു കേട്ടോ. അരവിന്ദേട്ടാ, അതെ ഇതാണ് നമ്മുടെ റിയാൻകുട്ടന്റെ പാട്ട്. റീലില് കേൾക്കുന്നതിന് കഴിഞ്ഞും ലൈവായിട്ട് കേൾക്കുമ്പോ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? കണ്ണ് നിറഞ്ഞു മോനെ. എനിക്ക് പാട്ടിനെ പറ്റി പറയാനുള്ളതെല്ലാം ഇവര് പറഞ്ഞു. ഡൈനാമിക്സും കാര്യങ്ങളും ഫീലും ഇതേപോലെ ആരി പറഞ്ഞ പോലെ അടുത്തിരുന്ന് പാടുന്നത്. ഈ പാട്ടിനെ പറ്റി കുറച്ച് അറിയാവുന്നത് കൊണ്ട് പറയാണ്. ഈ പാട്ട് കമ്പോസ് ചെയ്തത് കവിത എഴുതി കഴിഞ്ഞിട്ടാണ്. അപ്പൊ കവിത ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു. സത്യത്തിലൊരു കവിതയാണ്. അപ്പൊ ഇതിന്റെ കോമ്പോസിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ അവിടെ മാറും തിരികളുണ്ട് ആത്മാവിനുള്ള ഉള്ളിലോട്ട് എടുത്ത അതൊരു കോമ്പോസിഷന്റെ ബ്രില്യൻസ് ആണ് അവിടെ മാറ്റുന്നത്. ഈ കവിത ശരിക്കും സംസാരിക്കുന്നത് പ്രണയത്തിന്റെ ഇടയ്ക്കുള്ള ഒരു നിശബ്ദതയാണ്. അതായത് പ്രണയിക്കുന്നവരുടെ ഇടയിലുള്ള ഒരു നിശബ്ദതയാണ്. അപ്പൊ ഒരു ചെറിയൊരു വിരഹം അവിടെ എവിടെയോ കലർന്ന് കിടക്കുന്നുണ്ട്. അത് എസ്പെഷ്യലി വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു,
നിറമൗന ചഷകത്തിൻ ഇരുപുറം നാം. അത് നല്ല അതാണ് ആ ഇതിന്റെ ഉള്ള അതാണ് ഈ കവിതന്റെ ഉള്ള ആ 2 ലൈനിലാണ് ഇരിക്കുന്നത്. ആ ഒരു അസാദി ഫീൽ മോനെ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി പറയാത്ത പ്രിയതരമാമൊരു വാക്കിന്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി. കാണുന്നവർക്ക് മനസ്സിലാവും, പകുതി ഞാൻ കണ്ണടച്ച് full team ആയിരുന്നു. കണ്ണടച്ചാ ഞാൻ കേട്ടത്. ലയിച്ചിരുന്ന് കേൾക്കുക. ലയിച്ചിരുന്ന് കേൾക്കായിരുന്നു. അസാദി മോനെ. താങ്ക് യു. ഹാപ്പി അല്ലേ? ആ ഹാപ്പി. ഞങ്ങള് ഹാപ്പി. ഞങ്ങൾ ഡബിൾ ട്രിപ്പിൾ ഹാപ്പി നമ്മൾ. അപ്പൊ നമ്മളിങ്ങനെ ഹാപ്പി ആകുമ്പോ നമ്മൾ എന്താ ചെയ്യാ സാധാരണ? എന്താ തരിക അപ്പൊ? റിയാൻകുട്ടൻ പറഞ്ഞു ഇത്ര ഹാപ്പി ഞങ്ങളിങ്ങനെ വല്ലാതെ ഹാപ്പി ആക്കുമ്പോ നമ്മളൊരു സംഭവം തരും. അതെ, എനിക്ക് 100 കിട്ടണമെന്നുണ്ട്, പക്ഷെ 100 ഒക്കെ വേണോ? എന്നാ പിന്നെ ഒരു 99. മതിയോ? അച്ചോടാ. അത് കൊടുത്തേക്ക്. മഴ റൗണ്ട് അല്ലേ, നമുക്ക് മഴ അങ്ങ് പെയ്ച്ചാലോ മച്ചേട്ടാ? അന്ന് പിന്നെ മധുരമുള്ള റൗണ്ട് ആക്കരുത്. എന്നാ ഒരു കാര്യം ചെയ്യും, ഒരു ടാസ്ക് തരാം. മധുരമഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന പാട്. ആര് ഞാനാ? ആ പാടട്ടെ. പാടിക്കോ. മധുരമഴ മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരികളുണ്ടാത്മാവിനുള്ളിൽ. മതി, ഓക്കെ, ഇത് മതി, ധാരാളം. ഇപ്പൊ പാടിയപ്പോ തന്നെ എന്തൊരു ഭംഗിയൊക്കെ. അത് പിന്നെ കേൾക്കുമ്പോഴല്ലേ ആ പാട്ടിന്റെ ലോകത്തേക്ക് പിന്നെയും ഇറങ്ങി പോകുന്നു. മധുരമഴ എന്ന് കേട്ടപ്പോ ശരിക്കും നല്ല മധുരം. അതിന് ഇങ്ങനെയൊക്കെ നമുക്ക് പാടി തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മള് മഴ പെയ്യിപ്പിക്കാന്നല്ലാതെ വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല മച്ചേട്ടാ. കാര്യം ചെയ്യാം അല്ലേ? യെസ്. റിയാൻകുട്ടന് കിട്ടിയിരിക്കുന്നത് 99 അല്ല, 2 stars. താങ്ക് യു സാർ. ഓക്കെ അല്ലേ? മധുരമഴയ്ക്കും മേള പുനിതമാനത്. വിട്ടിട്ടില്ലേ? അപ്പൊ നമ്മുടെ റിയാൻകുട്ടന് പോരട്ടെ ഒരു മധുര മഴ. ഇതിന്റെ ഉള്ളിലിട്ടിട്ടുണ്ട് ഇതിന്റെ കൂടെ, അത് കൈ പിടിക്കണോ? ഏതിന്റെ ഉള്ളില്? ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ഗിഫ്റ്റ് ഇല്ലേ, ആ അതിന്റെ കവറിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. കൈ പിടിക്കണോ? ഇനി വേണോ? അവന് കൈ പിടിക്കണം മിഠായി എന്തോ. ഇതും കൂടി പിടിച്ചോ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സ്റ്റാർ റിയാൻകുട്ടന് കിൻഡർ ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. കൺഗ്രാറ്റുലേഷൻ റിയാൻകുട്ട. താങ്ക് യു ചേച്ചി. ടാറ്റാ. ബൈ ബൈ റിയാൻകുട്ട. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്നത്തെ പാട്ടുകളും കുട്ടി കുട്ടി വിശേഷങ്ങളും ഒക്കെ നല്ലോണം ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ ഇതേ സമയത്ത് നമ്മൾ നല്ലൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.